ഡാൻസും പാട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഉറപ്പാ മോള് ഉയരങ്ങളിലെത്തും. സന്തോഷം അനുഭവിച്ച നാളുകൾ, അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടിയ സുവർണ നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കെതിരെ ആദ്യ കമന്റ് വന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ വേണോടി മോളെ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം. അത്തരം പ്രതികരണങ്ങളുടെ തോത് കൂടിക്കൂടി വന്നു. മുന്നോട്ട് പോകാനുള്ള എന്റെ മനോധൈര്യത്തെ അവ വലിഞ്ഞു മുറുക്കി. താങ്ങും തണലുമായി കൂടെ നിന്ന് എന്റെ കുടുംബത്തെ ഒന്നാകെ അവ മൃഗീയമായി വിഴുങ്ങാൻ തുടങ്ങി. നിങ്ങൾ അന്ന് പറഞ്ഞതാ. അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ? അല്ലെങ്കിലും ഞാൻ എന്തിനു മരിക്കണം? ചോർന്നുപോയ ശക്തി വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുള്ളപ്പോൾ നിങ്ങൾ എനിക്കെതിരെ തൊടുക്കുന്ന ശരവർഷങ്ങളെ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ തോറ്റു കൊടുക്കില്ല. സൈബർ ബുള്ളിംഗ് നേരിടുന്നവർക്ക് പുതുജീവൻ നൽകാൻ, പുറകെ വരുന്ന 1000 പേർക്ക് മനോധൈര്യം പകരാൻ നിങ്ങൾ തൊടുക്കുന്ന അമ്പുകളെ വകഞ്ഞു മാറ്റി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ ജീവിക്കും. ഇതെന്റെ വാക്കാണ്.
കുട്ടികൾക്കുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രങ്ങളിൽ ദിനംതോറും വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഈ വാർത്തകളെല്ലാം നമ്മുടെ കണ്ണിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ മക്കൾ ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്നത്? മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും വാട്സപ്പിലൂടെയുമുള്ള സൈബർ പീഡനങ്ങളും ഓൺലൈൻ പീഡനങ്ങളും ഒരുപാട് കുരുക്കുകൾ നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആദ്യം ബോധവാന്മാരാകേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ്. മക്കൾ ഏതു വഴിക്ക് സഞ്ചരിക്കുക എന്നത് അച്ഛനമ്മമാർ കൃത്യമായി അറിഞ്ഞിരിക്കും. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകും. ഈ വിള്ളലുകൾ മൂലം കുട്ടികളെ ഉപദേശിക്കുവാൻ മാതാപിതാക്കൾക്കാകുന്നില്ല. ഇന്നത്തെ അണുകുടുംബങ്ങളോടൊപ്പം മുൻ തലമുറയില്ലാത്തതും ഒരു കാരണമാണ്. ഇത് ബാധിക്കുന്നത് പുതിയ തലമുറയെ. മാതാപിതാക്കൾ വീട്ടിൽ കുട്ടികളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, വിഷമഘട്ടത്തിൽ ആശ്രയിക്കാവുന്ന മാർഗങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, യഥാർത്ഥത്തിൽ ആരോഗ്യപൂർണമായ